മക്കളെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് പോളിനോമിയൽസ് എന്ന വലിയൊരു ചാപ്റ്റർ സിമ്പിൾ ആയിട്ട് പഠിച്ചെടുത്താലോ? ശ്രദ്ധിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, പോളിനോമിയൽസ് എന്താണ്? പോളിനോമിയൽ ഈസ് എൻ ആൽജിബ്രിക് എക്സ്പ്രഷൻ കൺസിസ്റ്റിംഗ് ഓഫ് കോൺസ്റ്റന്റ്സ്, വാരിയബിൾസ്, കോഎഫിഷ്യന്റ്സ് ദാറ്റ് ഇൻവോൾവ്സ് ഓൺലി ദ ഓപ്പറേഷൻസ് ഓഫ് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഹോൾ നമ്പർ എക്സ്പോണൻസ് ഓൺ ദ വാരിയബിൾസ്. പോളിനോമിയൽസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതിൽ വാരിയബിൾസ് ഉണ്ടാവും, കോൺസ്റ്റന്റ്സ് ഉണ്ടാവും, കോഎഫിഷ്യൻസ് ഉണ്ടാവും, ഇതെല്ലാം ഉള്ള ആൻഡ് ഇതെല്ലാം കുറെ ടേംസിന് മൾട്ടിപ്ലിക്കേഷനോ അല്ലെങ്കിൽ അഡീഷനോ സബ്ട്രാക്ഷനോ ഒക്കെ വെച്ചിട്ട് ഈ ഓപ്പറേഷൻസ് വെച്ചിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ആൽജിബ്രിക് എക്സ്പ്രഷൻ ആണ് പോളിനോമിയൽസ്. ആൻഡ് അതിലെ വാരിയബിൾസിനൊക്കെ, അതിലെ എല്ലാ വാരിയബിൾസിന്റെയും പവർ ആയിട്ട് ഹോൾ നമ്പേഴ്സ് മാത്രമേ വരാൻ പാടുള്ളൂ. ഫോർ എക്സാമ്പിൾ x raised to -2 + 1 ഇതൊരു പോളിനോമിയൽ അല്ല. കാരണം വാരിയബിൾ എക്സ് ആണ്, അതിന്റെ പവർ ആയിട്ട് -2 വന്നു. അത് ഹോൾ നമ്പർ അല്ല. ഹോൾ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? 0 മുതൽ 1 2 3 അങ്ങനെ നീണ്ടു പോകുന്ന നമ്പേഴ്സ് ആണ് ഹോൾ നമ്പേഴ്സ്. അപ്പോൾ വാരിയബിളിന്റെ പവർ ആയിട്ട് ഹോൾ നമ്പേഴ്സ് മാത്രമേ വരാൻ പാടുള്ളൂ. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത് പോളിനോമിയൽ ആണ്, വരുന്നില്ലെങ്കിൽ പോളിനോമിയൽ അല്ല. അപ്പോൾ ഇതൊന്നല്ല, പോളിനോമിയൽ അല്ല. ക്ലിയർ ആണല്ലോ? പോളിനോമിയൽസ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് വൺ ഈസ് ഡിഗ്രി. നമുക്കറിയാം ഒരു പോളിനോമിയലിലെ വാരിയബിൾ ഉണ്ടാവും. പോളിനോമിയൽ വാരിയബിൾ ഉണ്ടാവാം അല്ലെ? ഏതാ വാരിയബിൾ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ x² - 3x + x³ ഈ പോളിനോമിയലിലെ വാരിയബിൾ എന്ന് പറയുന്നത് എക്സ് ആണ് അല്ലെ മക്കളെ? എക്സ് ആണ് ഈ ഒരു പോളിനോമിയലിലെ വാരിയബിൾ. ആ വാരിയബിളിന് വരുന്ന ഹയസ്റ്റ് പവർ ഇവിടെ നോക്ക്. ഇവിടെ എക്സിന് 2 ആണ് പവർ. ഇവിടെ എക്സിന് വെറും എക്സ് ആണെന്ന് വെച്ചാൽ x⁻1 ആണ്, 1 ആണ് പവർ. ഇവിടെ എക്സിന്റെ പവർ 3 ആണ്. അപ്പോൾ ഹയസ്റ്റ് പവർ എത്രയാ? 3. സോ 3 ആണ് ഇവിടുത്തെ ഡിഗ്രി. ക്ലിയർ ആണല്ലോ? ഡിഗ്രി എന്താണെന്ന് പഠിച്ചല്ലോ. ഒരു പോളിനോമിയലിലെ വാരിയബിളിന് വരുന്ന ഹയസ്റ്റ് പവർ, അതാണ് ഡിഗ്രി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, നോൺ സീറോ കോൺസ്റ്റന്റ് പോളിനോമിയലിന്റെ ഡിഗ്രി. സീറോ അല്ലാത്ത കോൺസ്റ്റന്റ് നമ്പേഴ്സ്, ഫോർ എക്സാമ്പിൾ 4 2 3 ഇതൊക്കെ നോൺ സീറോ കോൺസ്റ്റന്റ് പോളിനോമിയൽസ് ആണ്. കോൺസ്റ്റന്റ് പോളിനോമിയൽസ്, കോൺസ്റ്റന്റ് നമ്പേഴ്സ് ഒക്കെ നമുക്ക് പോളിനോമിയൽസ് എന്ന് പറയാം. അപ്പോൾ ഇതിന്റെ ഒക്കെ ഡിഗ്രി എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇതിന്റെ ഒക്കെ ഡിഗ്രി എന്തായിരിക്കും? 0 ആയിരിക്കും. സീറോ അല്ലാത്ത കോൺസ്റ്റന്റ് പോളിനോമിയൽസ് ആണ്. ഇതിൽ 0 അല്ല. സീറോന്റെ ഡിഗ്രി എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തിട്ടില്ല. ദാറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ്. സീറോന്റെ ഡിഗ്രി ഡിഫൈൻ ചെയ്തിട്ടില്ല. സീറോ എന്ന് പറയുന്നത് ഒരു പോളിനോമിയലാണ്. ആ പോളിനോമിയലിന്റെ പേരാണ് സീറോ പോളിനോമിയൽ. അതിന്റെ ഡിഗ്രി ഡിഫൈൻ ചെയ്തിട്ടില്ല. സീറോ അല്ലാത്ത ബാക്കിയുള്ള എല്ലാ കോൺസ്റ്റന്റ് പോളിനോമിയൽസിന്റെയും, അതായത് 2 4 3 അങ്ങനത്തെ കോൺസ്റ്റന്റ് പോളിനോമിയൽസിന്റെ എല്ലാത്തിന്റെയും, സീറോ ഒഴികെയുള്ള എല്ലാത്തിന്റെയും ഡിഗ്രി എന്ന് പറയുന്നത് 0 ആണ്. ക്ലിയർ ആണല്ലോ? മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് പോളിനോമിയൽസ്. പോളിനോമിയൽസിനെ നമ്പർ ഓഫ് ടേംസിന്റെ ബേസിലും അതേപോലെ ഡിഗ്രീന്റെ ബേസിലും 2 തരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നമ്പർ ഓഫ് ടേംസിന്റെ ബേസിലാണെങ്കിൽ ഒറ്റ ടേം ഉള്ളെങ്കിൽ മോണോമിയൽ, 2 ടേം ഉള്ളെങ്കിൽ ബൈനോമിയൽ, 3 ടേം ഉണ്ടെങ്കിൽ ട്രൈനോമിയൽ. ഇനി ഡിഗ്രീന്റെ ബേസിലാണെങ്കിൽ ഡിഗ്രി 1 ആണെങ്കിൽ ലീനിയർ, ഡിഗ്രി 2 ആണെങ്കിൽ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ, ഡിഗ്രി 3 ആണെങ്കിൽ ക്യൂബിക് പോളിനോമിയൽ. ഫസ്റ്റ് ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രി, തേർഡ് ഡിഗ്രി എന്നും പറയാറുണ്ട്. പക്ഷേ നമ്മൾ ജനറലി ഉപയോഗിക്കുന്ന വേർഡ്സ് എന്ന് പറയുന്നത് ലീനിയർ, ക്വാഡ്രാറ്റിക്, ക്യൂബിക് എന്നാണ്. ഓക്കെ, ഡൺ. നമുക്ക് ഡിഗ്രീന്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ ആദ്യം ഒന്ന് ഓടിച്ചു നോക്കാം. നോക്കുക, ലീനിയർ പോളിനോമിയൽ. ലീനിയർ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ഡിഗ്രി 1 ആയിട്ടുള്ള പോളിനോമിയലാണ്. പോളിനോമിയലിന്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് AX + B ആണ്. കണ്ടീഷൻ ഉണ്ട്, എയും ബിയും കോൺസ്റ്റന്റ്സ് ആണ്. അതോടൊപ്പം എ ഒരിക്കലും 0 ആവാൻ പാടില്ല. ഓക്കെ ആണല്ലോ? എക്സാമ്പിൾസ് നിങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. ഇതെല്ലാം തന്നെ ലീനിയർ പോളിനോമിയലിന് എക്സാമ്പിൾസ് ആണ്. നെക്സ്റ്റ് വൺ ഈസ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. ഡിഗ്രി 2 ആയിട്ടുള്ള പോളിനോമിയൽസിനെയാണ് നമ്മൾ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറയുക. ജനറൽ ഫോം എന്ന് പറയുന്നത് AX² + BX + C ആണ്. കണ്ടീഷൻ ഉണ്ട്, എയും ബിയും സിയും എന്താണ്? കോൺസ്റ്റന്റ്സ് ആണ്. എയും ബിയും സിയും കോൺസ്റ്റന്റ്സ് ആണ്. A 0 ആവാൻ പാടില്ല. A ≠ 0. താഴെ എക്സാമ്പിൾസ് ഉണ്ട്. 3x² + 2x + 5 ക്വാഡ്രാറ്റിക് പോളിനോമിയലാണ്. 5y² + 6 ക്വാഡ്രാറ്റിക് പോളിനോമിയലാണ്. x² ക്വാഡ്രാറ്റിക് പോളിനോമിയലാണ്. ദാറ്റ്സ് ഇറ്റ്. ദെൻ നെക്സ്റ്റ് ക്യൂബിക് പോളിനോമിയൽ. ക്യൂബിക് പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ഡിഗ്രി 3 ആയിട്ടുള്ള പോളിനോമിയലാണ്. AX³ + BX² + CX + D ആണ് ജനറൽ ഫോം. എന്ത് 0 ആവാൻ പാടില്ല? A 0 ആവാൻ പാടില്ല. പിന്നെ എയും ബിയും സിയും ഡിയും ഒക്കെ എന്താണ്? കോൺസ്റ്റന്റ്സ് ആണ്. എക്സാമ്പിൾസ് 3x³ + 2x² + x + 2, പിന്നെ വെറും x³ ഇതൊക്കെ എന്തിന് എക്സാമ്പിൾസ് ആണ്? ക്യൂബിക് പോളിനോമിയലിന് എക്സാമ്പിൾസ് ആണ്. ആൻഡ് നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് നമ്പർ ഓഫ് ടേംസിന്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ. അത് വളരെ സിമ്പിൾ ആണ്. മോണോമിയൽ എന്ന് പറഞ്ഞാൽ ഒറ്റ ടേം മാത്രം ഉണ്ടെങ്കിൽ അതാണ് ആ പോളിനോമിയലാണ് മോണോമിയൽ. നോക്കൂ, 2x ഒറ്റ ടൈം ഉള്ളൂ, y ഒറ്റ ടൈം ഉള്ളൂ, 3x² ഒറ്റ ടൈം ഉള്ളൂ. ഇതെല്ലാം എന്താണ്? മോണോമിയൽസ് ആണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ബൈനോമിയൽസ്. ബൈനോമിയൽസ് എന്ന് പറഞ്ഞാൽ എന്താ? 2 ടേംസ് ഉണ്ടാവും. 2 ടേംസ്. നോക്ക്, 3x + 1 അതിൽ എത്ര ടേംസ് ഉണ്ട് മക്കളെ? 1 2 ടേംസ് ഉണ്ട്. നെക്സ്റ്റ് വൺ 5x² - 2 എത്ര ടേംസ് ഉണ്ട്?
രണ്ട് ടേംസ് ഉണ്ട്. സോ ഇതൊക്കെ എന്താണ്? ബൈനോമിയൽസ് ആണ്. രണ്ട് ടേംസ് ഉള്ള പോളിനോമിയൽസ് ആണ് ബൈനോമിയൽസ് എന്ന് പറയുന്നത്. ദെൻ ട്രൈനോമിയൽസ് എന്തായിരിക്കും? അപ്പോൾ മൂന്ന് ടേംസ് ഉള്ള പോളിനോമിയൽസ്. മൂന്ന് ടേംസ് ഉള്ള പോളിനോമിയൽസ് ആണ് ട്രൈനോമിയൽസ്. 1 2 3 മൂന്ന് ടേംസ്. 1 2 3 മൂന്ന് ടേംസ്. ദാറ്റ്സ് ഇറ്റ്. ആൻഡ് നെക്സ്റ്റ് ടോപ്പിക് ഈസ് സീറോസ് ഓഫ് എ പോളിനോമിയൽ. മക്കളെ, ഒരു പോളിനോമിയലിലെ വേരിയബിളിന് നമ്മളൊരു വാല്യൂ കൊടുക്കുന്നു. ഒരു പോളിനോമിയലിലെ വേരിയബിളിന് നമ്മളൊരു വാല്യൂ കൊടുക്കുകയാണ്. ഓക്കെ, എങ്ങനെയാ? ഫോർ എക്സാമ്പിൾ x-1 എന്ന പോളിനോമിയൽ. x-1 എന്ന പോളിനോമിയലിൽ ഞാൻ എക്സിന് പകരം 1 കൊടുക്കുക. അപ്പോൾ എന്താ വരിക? അത് 1 - 1 എന്നല്ലേ വരിക? അഥവാ ആ പോളിനോമിയൽ ടോട്ടലി 0 ആയിപ്പോയി അല്ലെ? x-1 എന്ന ഈ പോളിനോമിയലിലെ എക്സിന് വേരിയബിളിന് പകരം ഞാൻ 1 കൊടുത്തു. എക്സിന് പകരം ഞാൻ 1 കൊടുത്തു. അപ്പോൾ എന്തായി? 1 - 1 ആയി. അപ്പോൾ ആ പോളിനോമിയൽ ഈക്വൽ ടു 0 ആയിപ്പോയി. ആ പോളിനോമിയലിന്റെ ടോട്ടൽ വാല്യൂ 0 ആയിപ്പോയി. അതായത് ഈ ഒരു പോളിനോമിയലിലെ വേരിയബിളിന് പകരം ഞാൻ ഒരു വാല്യൂ കൊടുത്തപ്പം ആ പോളിനോമിയലിന്റെ ടോട്ടൽ വാല്യൂ 0 ആയിപ്പോയി. അങ്ങനെയാണെങ്കിൽ ഞാൻ അവിടെ കൊടുത്ത വാല്യൂ ആണ് ആ പോളിനോമിയലിന്റെ 0 എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പോളിനോമിയലിന്റെ 0 എന്ന് പറഞ്ഞാൽ എന്താ? കൊടുത്ത വാല്യൂ, എക്സിന് കൊടുത്ത വാല്യൂ എത്രയാ? 1 ആണ് അതിന്റെ 0. അങ്ങനെയാണെങ്കിൽ മക്കൾ പറ, x-2 എന്ന പോളിനോമിയലിന്റെ 0 എത്രയാ? എക്സിന് ഏത് വാല്യൂ കൊടുത്താൽ അത് മൊത്തത്തിൽ 0 ആയി പോവാ. എക്സിന് 2 കൊടുത്താൽ, സോ 2 ആണ് 0. ഇനി x-3 അതിന്റെ 0 എത്രയാ വരിക? കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് കിട്ടിയ പോളിനോമിയലിനെ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. x+3 = 0. അപ്പൊ x എത്ര കിട്ടും? x = +3 RHSലോട്ട് പോയാൽ -3. സോ അതാണ് സീറോ ഓഫ് എ പോളിനോമിയൽ എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? ഇനി ഒരു പോളിനോമിയൽ x-1 എന്ന് പറഞ്ഞാൽ ഒരു പോളിനോമിയൽ ആണ്. അതിന്റെ 0 എന്നാണ് നമ്മൾ പറയാം. പോളിനോമിയലിന്റെ 0 എന്നാണ് നമ്മൾ പറയാം. എന്നാൽ അതേസമയം x-1 = 0 ഇതൊരു പോളിനോമിയൽ ഇക്വേഷൻ ആണ്. പോളിനോമിയൽ ഇക്വേഷന്റെ 0 എന്ന് നമ്മൾ പറയൂല. പോളിനോമിയൽ ഇക്വേഷന്റെ റൂട്ട് എന്നാണ് പറയാ. പക്ഷെ രണ്ടും എന്താണ്? ചെയ്തു വരുമ്പോൾ നമ്മൾ മാത്സ് ചെയ്യുമ്പോൾ രണ്ടും സെയിം ആണ്. 0 എന്ന് പറയുന്നതും റൂട്ട് എന്ന് പറയുന്നതും സെയിം ആണ്. റൂട്ട് നമ്മൾ ഉപയോഗിക്കുക ഇക്വേഷന്റെ ഫോമിൽ വരുമ്പോഴാണ്. പോളിനോമിയൽ മാത്രം ഈ സാധനം ഇല്ലെങ്കിൽ, പോളിനോമിയൽ മാത്രമാണ് ഉള്ളതെങ്കിൽ നമ്മൾ 0 എന്നാണ് പറയുക. ക്ലിയർ അല്ലടാ? ആൻഡ് എ നോൺ സീറോ കോൺസ്റ്റന്റ് പോളിനോമിയൽ ഹാസ് നോ സീറോ. നോൺ സീറോ കോൺസ്റ്റന്റ് പോളിനോമിയൽസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ? 0 അല്ലാത്ത കോൺസ്റ്റന്റ് പോളിനോമിയൽസ് എല്ലാം തന്നെ. ഫോർ എക്സാമ്പിൾ 2 4 5 ഇങ്ങനത്തെ കോൺസ്റ്റന്റ് പോളിനോമിയൽസ് ഒന്നും എന്തില്ല? 0 ഇല്ല. കാരണം ഇതിന്റെ ഒന്നും വാല്യൂ ഒരിക്കലും 0 ആവൂല. 5ന്റെ വാല്യൂ ഇപ്പോൾ 0 എന്നാവോ? ഇല്ല. ആ പോളിനോമിയൽസിനൊന്നും വാല്യൂ ഒരിക്കലും 0ക്ക് ഈക്വൽ ആവില്ല. ആ പോളിനോമിയൽസ് ഒന്നും ഒരിക്കലും 0ക്ക് ഈക്വൽ ആവില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നോൺ സീറോ കോൺസ്റ്റന്റ് പോളിനോമിയൽ ഹാസ് നോ സീറോ. ഇനി സീറോ പോളിനോമിയലിനോ? സീറോ പോളിനോമിയലിന്റെ 0 എത്രയായിരിക്കും? സീറോ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ 0. അതിന്റെ 0 എന്തായിരിക്കും? എല്ലാ റിയൽ നമ്പറും. എവറി റിയൽ നമ്പർ ഈസ് എ സീറോ ഓഫ് സീറോ പോളിനോമിയൽ. എവറി റിയൽ നമ്പർ ഈസ് എ സീറോ ഓഫ് സീറോ പോളിനോമിയൽ. ഇതെല്ലാം തന്നെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ഒരുപാട് സാധ്യതയുള്ള ഏരിയ ആണ് കേട്ടോ. കൃത്യമായിട്ട് പഠിച്ചോളാം. ആൻഡ് ദ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇഫ് one of the zeros of the quadratic polynomial x² + 3x + k is 2, then value of k is. ഈ ഒരു പോളിനോമിയലിന്റെ ഒരു 0 ആണ് 2 എങ്കിൽ കെന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. മക്കളെ, ഈ ഒരു പോളിനോമിയലിന്റെ 0 ആണ് 2 എങ്കിൽ ആ പോളിനോമിയലിൽ വേരിയബിൾ എക്സിന് പകരം 2 കൊടുത്തു കഴിഞ്ഞാൽ ആ പോളിനോമിയലിന്റെ ടോട്ടൽ വാല്യൂ 0ക്ക് ഈക്വൽ ആവണം. അപ്പൊ നമുക്ക് എക്സിന് പകരം 2 കൊടുത്തു നോക്കാം. അപ്പൊ എങ്ങനെയാ വരിക? x² അല്ലേ ആദ്യം. അപ്പൊ അതിന് പകരം എക്സിന് പകരം 2 കൊടുക്കുക. 2² + 3x 3 × 2 + k = 0. വേരിയബിളിന് പകരം ആ 2 കൊടുത്തു കഴിഞ്ഞാൽ പോളിനോമിയലിന്റെ ടോട്ടൽ വാല്യൂ 0 ആവും. അപ്പൊ എന്താ കിട്ടുക? 2² 4 4 + 6 + k = 0. 4 + 6 10 10 + k = 0. k = എത്ര കിട്ടി? 10 അപ്പുറം പോയാൽ -10. k = -10. ആൻസർ ബി is the right answer. സിമ്പിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് സീറോ ഓഫ് എ ലീനിയർ പോളിനോമിയൽ. ലീനിയർ പോളിനോമിയലിന്റെ ജനറൽ ഫോം നമുക്കറിയാം. ദാറ്റ് ഈസ് ax + b. അപ്പോൾ സീറോ പോളിനോമിയലിന്റെ 0 നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ലീനിയർ പോളിനോമിയലിന്റെ 0 നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ax + b നമ്മൾ എന്ത് ചെയ്യുക? 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. എന്നിട്ട് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ആദ്യം b അങ്ങോട്ട് കൊണ്ടുപോകുക. +b അപ്പുറം പോയാൽ എന്തായി? -b. ax = -b. x = എത്ര വരും? a അപ്പുറത്തോട്ട് പോയാൽ RHSലോട്ട് പോയാൽ /a ആയിട്ട് മാറി. -b/a. സോ -b/a ആണ് ലീനിയർ പോളിനോമിയലിന്റെ 0 എന്ന് പറയുന്നത്. ദെൻ ജോമെട്രിക്കൽ മീനിങ് ഓഫ് സീറോസ് ഓഫ് എ പോളിനോമിയൽ. ജോമെട്രിക്കൽ മീനിങ് ഓഫ് സീറോസ് ഓഫ് എ പോളിനോമിയൽ എന്ന് പറഞ്ഞ മക്കളെ, നമ്മളൊരു പോളിനോമിയലിന്റെ ഗ്രാഫ് വരയ്ക്കുക. ആ പോളിനോമിയലിന്റെ ഗ്രാഫ് എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിന്റ്സ്. ആ പോളിനോമിയലിന്റെ ഗ്രാഫ് എക്സ് ആക്സിസിനെ പാസ് ചെയ്യൂലേ, എക്സ് ആക്സിനെ ടച്ച് ചെയ്യൂലേ,
ആ പോയിന്റ്സ് ആണ് ആ പോളിനോമിയലിന്റെ സീറോസ് എന്ന് പറയുന്നത്. ആ പോയിന്റ്സിനെയാണ് ആ പോളിനോമിയലിന്റെ സീറോസ് എന്ന് പറയുന്നത്. സെറ്റ് അല്ലടാ? സെറ്റ് അല്ലേ? ഫോർ എക്സാമ്പിൾ, ഒരു ഗ്രാഫ്, ഇതൊരു ഗ്രാഫ്, ഞാൻ എക്സ് ആക്സും വൈ ആക്സും വരച്ചു. ഇത് എക്സ് ആക്സ്, ഇത് വൈ ആക്സ്. ഓക്കെ, ഒരു പോളിനോമിയൽ ഇങ്ങനെയാണ് പോകുന്നത് എന്ന് വിചാരിക്കാം. അവിടെ ഏതൊക്കെ പോയിന്റ്സ് അതിന്റെ സീറോസ്? എക്സ് ആക്സിനെ ടച്ച് ചെയ്യുന്ന പോയിന്റ്സ് ഏതൊക്കെ പോയിന്റ്സിലാണ് ടച്ച് ചെയ്യുന്നത്? 1, 2, 3 പോയിന്റ്സ് ടച്ച് ചെയ്യുന്നുണ്ട്. സോ ആ 3 പോയിന്റ്സ് ആണ് അതിന്റെ സീറോസ്. അഥവാ എത്ര സീറോസ് ഉണ്ട്? 3 സീറോസ് ഉണ്ട്. സെറ്റ് ആണല്ലോ? ദെൻ സീറോ ഓഫ് എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം മെത്തേഡ് മക്കളെ കൃത്യമായിട്ട് യൂട്യൂബിൽ ജസ്റ്റ് ഒന്ന് സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം മെത്തേഡ് സൈലം അടിച്ചു നോക്കാം. കൃത്യമായിട്ട് ഞാൻ പഠിപ്പിക്കുന്ന ഒരു വീഡിയോ വരും. ആ വീഡിയോ കണ്ടിട്ട് സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം മെത്തേഡ് കൃത്യമായിട്ട് പഠിച്ചോളാം. വെറും 10 മിനിറ്റുള്ള ഒരു വീഡിയോ ആണ്. 10 മിനിറ്റും ഇല്ല, അതിലും കുറഞ്ഞ സമയത്തുള്ള ഒരു വീഡിയോ ആണ്. കൃത്യമായിട്ട് പഠിച്ചോളാം. സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം മെത്തേഡിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിടുന്ന കുട്ടികളുണ്ടെങ്കിൽ, ഈ 2 നമ്പേഴ്സ് ഒക്കെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട് നേരിടുന്ന കുട്ടികളുണ്ടെങ്കിൽ കൃത്യമായിട്ട് ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും വലിയ നമ്പേഴ്സ് ഒക്കെ വന്നാൽ എങ്ങനെയാണ് ചെയ്യാന്ന്. സെറ്റ് അല്ലേ? ദെൻ ജിയോമെട്രിക്കൽ മീനിങ് ഓഫ് സീറോ ഓഫ് എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. മക്കളെ, ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ ജിയോമെട്രിക്കൽ, എടാ നമ്മൾ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ നമ്മൾ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഷേപ്പ് എന്ന് പറയുന്നത്, കിട്ടുന്ന ഷേപ്പ് എന്ന് പറയുന്നത് പാരാബോളിക് ഷേപ്പാണ്. അതായത് ഒന്നുകിൽ ഇങ്ങനെയുള്ള ഷേപ്പ്, അല്ലെങ്കിൽ താഴോട്ടേക്കായിരിക്കും. നമ്മളെ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ജനറൽ ഫോം എന്താ? ax² പ്ലസ് bx² പ്ലസ് c അല്ലേ? ഓക്കെ, അതിൽ എ പോസിറ്റീവ് ആണെങ്കിൽ, x² കോഎഫിഷ്യന്റ് പോസിറ്റീവ് ആണെങ്കിൽ നമ്മുടെ പാരാബോള, നമ്മുടെ ഗ്രാഫ് മേലോട്ടേക്ക് ഓപ്പൺ ആയിരിക്കും. ഇനി x² കോഎഫിഷ്യന്റ് നെഗറ്റീവ് ആണെങ്കിൽ, അഥവാ എ എന്ന് പറയുന്നത് <0 ആണെങ്കിൽ ഗ്രാഫ് താഴോട്ടേക്കായിരിക്കും. ക്ലിയർ ആണല്ലോ? ഗ്രാഫ് മേലോട്ടാവുക എപ്പോഴാ? x 0 ആകുമ്പോൾ, എ പോസിറ്റീവ് ആകുമ്പോൾ. ഇനി ഗ്രാഫ് ആ ഒരു ഗ്രാഫ് താഴോട്ടാവുക എപ്പോഴാ? ഇങ്ങനെയാവുക എപ്പോഴാ? <0 ആകുമ്പോൾ, എ നെഗറ്റീവ് ആകുമ്പോൾ. ക്ലിയർ ആണല്ലോ? നമ്മൾ പഠിച്ചു. അതിൽ തന്നെ ഡിഫറെന്റ് ടൈപ്സ് നമുക്ക് നോക്കുക. ഈ കേസിൽ എത്ര സീറോസ് ഉണ്ടാ? 2 ഡിഫറെന്റ് സീറോസ് ഉണ്ട് അല്ലെ? 2 ഡിഫറെന്റ് സീറോസ് വരാം, മേലോട്ട് വരാം, താഴോട്ട് വരാം. ഇത് എപ്പോഴാണ് വരിക? ഇത് എ പോസിറ്റീവ് ആകുമ്പോൾ. ഇത് എപ്പോഴാണ് വരിക? എ നെഗറ്റീവ് ആകുമ്പോൾ. അപ്പോൾ ഇവിടെ 2 സീറോസ് വരുന്നുണ്ട്, കേസ് 1. ഇനി കേസ് 2 നോക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ ഒറ്റ പോയിന്റിൽ ടച്ച് ചെയ്യുന്നുള്ളൂ അല്ലെ? അപ്പോൾ ഒറ്റ സീറോ. 2 ഈക്വൽ സീറോസ് ആണ് അവിടെ. ആക്ച്വലി 2 സീറോസ് ഉണ്ട്, 2 ഈക്വൽ ആണ്. അതുകൊണ്ട് നമ്മൾ ഒറ്റ സീറോ എന്നേ പറയുള്ളൂ. 2 ഈക്വൽ ആണെങ്കിൽ ഒറ്റൊന്ന് 2 സീറോസും 3 അപ്പോൾ നമ്മൾ ഒരു 3 എന്ന് പറഞ്ഞാൽ പോരെ? യെസ്, അത്രയേ ഉള്ളൂ. ഒരു 0 ആണ് ഇവിടെ വരുന്നത്. ദെൻ അടുത്ത കേസ് 3 എന്ത് വരുന്നില്ല? സീറോസേ വരുന്നില്ല. കാരണം ഇത് എക്സ് ആക്സിനെ ടച്ച് ചെയ്യുന്നില്ല. നോക്ക്, എക്സ് ആക്സിനെ ടച്ച് ചെയ്യുന്നുണ്ടോ? ഈ ഒരു ഗ്രാഫ്, ഈ ഒരു പരാബോള എക്സ് ആക്സിനെ ടച്ച് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഇവിടെയും ടച്ച് ചെയ്യുന്നില്ല. സോ സീറോസേ ഇല്ല, നോ സീറോസ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിൽ മാക്സിമം എത്ര സീറോസ് ഉണ്ട് മക്കളെ? മാക്സിമം നമ്മൾ എത്ര സീറോസ് കണ്ടു? മാക്സിമം 2 സീറോസ് വരെ വരുന്നുണ്ട് അല്ലെ? അതിന്റെ ഡിഗ്രി എത്രയാണ്? ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ ഡിഗ്രി എത്രയാ? ഡിഗ്രി 2 ആണ്. അപ്പോൾ മാക്സിമം 2 സീറോസ് വരെ വരുന്നുണ്ട്. ഓക്കെ, സെറ്റ്. ദെൻ ജിയോമെട്രിക്കൽ മീനിങ് ഓഫ് സീറോ ഓഫ് എ ക്യൂബിക് പോളിനോമിയൽ. ക്യൂബിക് പോളിനോമിയലിന്റെ ജിയോമെട്രിക്കൽ മീനിങ് നമുക്ക് നോക്കാം. അതിന്റെ ഗ്രാഫ് നമുക്ക് നോക്കാം. ഒരു ഗ്രാഫ് ഇവിടെ തന്നിട്ടുണ്ട്. x³ എന്ന ക്യൂബിക് പോളിനോമിയലിന്റെ ഗ്രാഫാണ്. ഇവിടെ ഒറ്റ പോയിന്റിലാണ് ടച്ച് ചെയ്യുന്നത്. നിങ്ങൾ ഇങ്ങനെ ഗ്രാഫ് കാണുമ്പോൾ കുറേ പോയിന്റ് കൂടെ പോകുന്ന കാണും. പക്ഷെ അത് ആക്ച്വലി സൂം ചെയ്താൽ ഒറ്റ പോയിന്റ്, ഈ ഒരു പോയിന്റിൽ ടച്ച് ചെയ്യുള്ളൂ. അപ്പോൾ അവിടെ ഒരു ഒറ്റ സീറോയേ ഉള്ളൂ. ദെൻ ഇവിടെ നോക്കുകയാണെങ്കിൽ 1, 2 പോയിന്റ്സിൽ ടച്ച് ചെയ്യുന്നുണ്ട്. അതൊരു ക്യൂബിക് പോളിനോമിയൽ, x³ മൈനസ് x² ഗ്രാഫാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 2 പോയിന്റിൽ ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ എത്ര സീറോസ് ഉണ്ട്? 2 സീറോസ് ഉണ്ട്. ദെൻ അടുത്ത ക്യൂബിക് പോളിനോമിയൽ, ഇവിടെ എത്ര സീറോസ് ഉണ്ട്? 1, 2, 3 സീറോസ് ഉണ്ട് അല്ലെ? അപ്പോൾ ക്യൂബിക് പോളിനോമിയലിന് മാക്സിമം എത്ര സീറോസ് ഉണ്ട് മക്കളെ? 3 സീറോസ് വരെ നമ്മൾ പഠിച്ചു അല്ലെ? 3 സീറോസ് വരെ നമ്മൾ കണ്ടു അല്ലെ? ഫസ്റ്റ് കേസിൽ ഒറ്റ സീറോയേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ എത്തുമ്പോഴേക്ക് ക്യൂബിക് പോളിനോമിയൽ ഈ ഗ്രാഫിൽ 2 സീറോസ് ഉണ്ട്. ഈ ക്യൂബിക് പോളിനോമിയലിന് 3 സീറോസ് ഉണ്ട്. അപ്പോൾ ക്യൂബിക് പോളിനോമിയലിന് മാക്സിമം 3 സീറോസ് വരെ ഉണ്ടാവും. 3 സീറോസ്. ക്യൂബിക് പോളിനോമിയലിന്റെ ഡിഗ്രി എത്രയാ? ഡിഗ്രി 3. മാക്സിമം എത്ര സീറോസ്? 3 സീറോസ്. നമ്മൾ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ കാര്യത്തിൽ എന്താ പറഞ്ഞത്? ഡിഗ്രി 2 ആണ്, മാക്സിമം 2 സീറോസ്. അപ്പോൾ ഡിഗ്രിയും നമ്പർ ഓഫ് സീറോസും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇത്രയേ ഉള്ളൂ ബന്ധം. ഒരു പോളിനോമിയലിന്റെ ഡിഗ്രി n ആണെങ്കിൽ, ഒരു പോളിനോമിയലിന്റെ ഡിഗ്രി n ആണെങ്കിൽ അതിന് മാക്സിമം എത്ര സീറോസ് ഉണ്ടാവും? മാക്സിമം n സീറോസ് ഉണ്ടാവും. ഒരു പോളിനോമിയലിന്റെ ഡിഗ്രി n ആണെങ്കിൽ അതിന് മാക്സിമം n നമ്പർ ഓഫ് സീറോസ് ഉണ്ടാവും. അതിൽ കുറയാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു പോളിനോമിയലിന്റെ ഡിഗ്രി 4 ആണെന്ന് വിചാരിക്കുക. അതിന് 2 സീറോസ് ഉണ്ടാവാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിന് 4 കൂടുതൽ സീറോസ് ഉണ്ടാവില്ല. മാക്സിമം അതിനുണ്ടാവുന്ന സീറോസിന്റെ എണ്ണം 4 ആണ്. ഒരു പോളിനോമിയലിന്റെ ഡിഗ്രി 3 ആണ്. അതിനൊരിക്കലും 3 കൂടുതൽ സീറോസ് ഉണ്ടാവില്ല, 4 സീറോസ് ഉണ്ടാവില്ല. മാക്സിമം നമ്പർ ഓഫ് സീറോസ് എന്ന് പറയുന്നത് 3 ആയിരിക്കും. സീറോസിന്റെ എണ്ണം ഡിഗ്രി n ആണെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് സീറോസ് n ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഡൺ. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സീറോസ് ആൻഡ് കോഎഫിഷ്യൻസ് ഓഫ് എ പോളിനോമിയൽ.
ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ സീറോസിന്റെയും കോഎഫിഷ്യൻസിന്റെയും റിലേഷൻഷിപ്പാണ് നമുക്ക് പഠിക്കാനുള്ളത്. സിമ്പിൾ ടോപ്പിക്കാണ്, നമുക്ക് പെട്ടെന്ന് പഠിക്കാം. നോക്കുക, ഒരു പോളിനോമിയൽ അതിന്റെ സം ഓഫ് സീറോസ് എന്ന് പറയുന്നത് ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ax² പ്ലസ് bx² പ്ലസ് c. ആ പോളിനോമിയലിന്റെ സീറോസ്, രണ്ട് സീറോസ് ആൽഫയും ബീറ്റയാണ് സീറോസ് എന്ന് വിചാരിക്കുക. ആൽഫയും ബീറ്റയാണ് സീറോസ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിന്റെ രണ്ടിന്റെ സമ്മ്, സീറോസിന്റെ സമ്മ് എന്ന് പറയുന്നത് ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് മൈനസ് ഓഫ് എക്സിന്റെ കോഎഫിഷ്യന്റ് ax² പ്ലസ് bx പ്ലസ് c ആണ്. ഓക്കെ, മൈനസ് ഓഫ് എക്സിന്റെ കോഎഫിഷ്യന്റ് അത് എത്രയാ, b, ഡിവൈഡഡ് ബൈ x² കോഎഫിഷ്യന്റ് ആയിരിക്കും, a ആയിരിക്കും, മൈനസ് b ബൈ a. ഇനി ആ രണ്ട് സീറോസ് ഇല്ലേ, ആൽഫയും ബീറ്റ, അതിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്, സീറോസിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് ഉള്ള കോൺസ്റ്റന്റ് ഡിവൈഡഡ് ബൈ x² കോഎഫിഷ്യന്റ് a ആയിരിക്കും. ക്ലിയർ അല്ലേ? രണ്ട് റിലേഷൻഷിപ്പിലാണെങ്കിലും അടിയിൽ വരുന്നത്, ഡിനോമിനേറ്ററിൽ വരുന്നത് x² കോഎഫിഷ്യന്റ് ആണ്, a ആണ്. ന്യൂമറേറ്റർ മാത്രമേ മാറുന്നുള്ളൂ. പഠിച്ചു വെക്കുക. ഈ റിലേഷൻഷിപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രോബ്ലംസ് ചോദിക്കും. ആൻഡ് അതിന്റെ കൂടെ തന്നെ നമുക്ക് 1-2 ഇക്വേഷൻസ് കൂടെ ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. NCERT ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്തതായിട്ടുള്ള, എന്നാൽ നിങ്ങൾ നിർബന്ധമായിട്ടും എക്സാമിന് പഠിച്ചു പോകേണ്ട 1-2 ഇക്വേഷൻസ് പഠിക്കാണ്ട് നമ്മൾ മുന്നോട്ടേക്ക് പഠിക്കും. നോക്കുക, ഇതിന്റെ ബേസിൽ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ സം ആൻഡ് പ്രൊഡക്റ്റ് ഓഫ് ദ റൂട്ട്സ് ഓഫ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ 2x² - 9x + 4. ആദ്യം എന്താ കാണേണ്ടത്, സം ഓഫ് റൂട്ട്സ് എന്ന് പറഞ്ഞാൽ എത്രയാ, ആൽഫ പ്ലസ് ബീറ്റ. ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ എത്രയാ മക്കളെ, ദാറ്റ് ഈസ് മൈനസ് ബി ബൈ എ. അപ്പൊ എത്രയാ വരിക, മൈനസ് ഇട്ടു, ഇനി ബി എഴുതണം. ബി എന്ന് പറഞ്ഞാൽ ഇവിടെ -9 ആണ്, -9 ഡിവൈഡഡ് ബൈ എ എത്രയാ, 2. സോ ദാറ്റ് ഈസ് -9 എന്ന് പറഞ്ഞാൽ +9, 9/2. ഇനി ആൽഫ ഇൻറ്റു ബീറ്റ എന്ന് പറഞ്ഞാൽ എത്രയാ, പ്രൊഡക്റ്റ് ഓഫ് ഫ്രൂട്ട്സും കാണാൻ പറഞ്ഞിട്ടില്ലേ നമ്മളോട്, പ്രൊഡക്റ്റ് ഓഫ് ഫ്രൂട്ട്സും കാണാൻ പറഞ്ഞിട്ടുണ്ട്. സോ പ്രൊഡക്റ്റ് എത്രയാ, ആൽഫ ഇൻറ്റു ബീറ്റ c ഡിവൈഡ് ബൈ എ. സി എത്രയാ, 4 ആണ്, 4 ഡിവൈഡഡ് ബൈ എ എത്രയാ, 2. 4/2 എത്രയാ, 2 എന്ന് ആൻസർ കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു പോളിനോമിയൽ, ആ പോളിനോമിയലിന്റെ സീറോസ് ആൽഫയും ബീറ്റയാന്ന് വിചാരിക്കുക. ആൽഫയും ബീറ്റ സീറോസ് ആയിട്ട് വരുന്ന ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോളിനോമിയൽസ് നമുക്ക് എഴുതാൻ പറ്റും. ആൽഫയും ബീറ്റയും സീറോസ് ആയിട്ട് വരുന്ന ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോളിനോമിയൽസ് നമുക്ക് എഴുതാൻ പറ്റും. ഫോർ എക്സാമ്പിൾ 2ഉം 3ഉം സീറോസ് ആയിട്ട് വരുന്ന എത്ര പോളിനോമിയൽസ് വേണമെങ്കിൽ നമുക്ക് എഴുതാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ ജനറലി ആ പോളിനോമിയൽസിനെ എല്ലാം കൂടെ നമുക്ക് ഫാമിലി ഓഫ് പോളിനോമിയൽസ് എന്ന് പറയാം. അപ്പോൾ ആൽഫയും ബീറ്റയും സീറോ ആയിട്ട് വരുന്ന പോളിനോമിയൽസിന്റെ ഫാമിലി എന്ന് പറയുന്നത് k ഇൻറ്റു x² - ആൽഫ പ്ലസ് ബീറ്റ സം ഓഫ് സീറോസ് ഇൻറ്റു എക്സ് പ്ലസ് പ്രൊഡക്റ്റ് ഓഫ് സീറോസ് ആൽഫ ഇൻറ്റു ബീറ്റ ആയിരിക്കും. ഈ k എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ കൊടുക്കാം, സീറോ ഒഴിച്ച് ഇഷ്ടമുള്ള നമ്പർ ഇവിടെ കൊടുക്കാം. ആൻഡ് അപ്പൊ നിങ്ങളോട് ചോദിക്കാണ്, 2ഉം 3ഉം സീറോസ് ആയിട്ട് വരുന്ന ഒരു പോളിനോമിയൽ എഴുതാൻ പറയുന്നു. നിങ്ങൾ എന്ത് ചെയ്താൽ ഈ k 1 ആയിട്ട് എടുക്കുക. അപ്പൊ എന്താവും, k 1 എന്ന് പറഞ്ഞാൽ 1 × 2 എന്നല്ലേ വരിക. അപ്പൊ പിന്നെ അത് എഴുതേണ്ട ആവശ്യമില്ല. അപ്പൊ ഇത് വരും x² - ആൽഫ പ്ലസ് ബീറ്റ 2 + 3 5x പ്ലസ് ആൽഫ ഇൻറ്റു ബീറ്റ 2 × 3 6 വരും. കഴിഞ്ഞു. ഇനി രണ്ട് പോളിനോമിയൽസ് എഴുതാൻ പറഞ്ഞാലോ, നിങ്ങൾ k 2 ആയിട്ട് എടുത്താൽ മതി. ആൽഫയും ബീറ്റ 2ഉം 3ഉം എടുക്കുക. കഴിഞ്ഞു, പോളിനോമിയൽസ് ഉണ്ട്. ഇത് നേരെ ബ്രാക്കറ്റിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയാൽ മതി. പിന്നെ ക്ലിയർ ആണല്ലോ, സെറ്റ് ആണല്ലോ. നെക്സ്റ്റ്, റൈറ്റ് ദ ഫാമിലി ഓഫ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽസ് ഹാവിംഗ് -1/4 ആൻഡ് 1 ആസ് ഇറ്റ്സ് സീറോസ്. സിമ്പിൾ ആണ്. ആദ്യം നിങ്ങൾ ആൽഫ പ്ലസ് ബീറ്റ എഴുതുക. ആൽഫ പ്ലസ് ബീറ്റ എത്രയാ, -1/4 പ്ലസ് 1. 1 - 1/4 എന്ന് പറഞ്ഞാൽ 3/4 ആണ്. ഇനി ആൽഫ ഇൻറ്റു ബീറ്റ എന്ന് പറഞ്ഞാൽ എത്രയാ, പ്രൊഡക്റ്റ് ഓഫ് സീറോസ് -1/4 ഇൻറ്റു 1 ദാറ്റ് ഈസ് -1/4. സോ ഫാമിലി ഓഫ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽസ് എന്ന് പറഞ്ഞാൽ k ഇൻറ്റു x² - സം ഓഫ് സീറോസ് ഇൻറ്റു എക്സ്, അപ്പോൾ 3/4 ഇൻറ്റു എക്സ് പ്ലസ് പ്രൊഡക്റ്റ് ഓഫ് സീറോസ് എത്രയാ, -1/4 ആണ്. അതിൽ ഈ പ്ലസ് മൈനസ് കൂടി എന്തായിട്ട് മാറും, മൈനസ് ആയിട്ട് മാറും. ഓക്കെ, കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. k ഇൻറ്റു x² - 3/4x -1/4. കഴിഞ്ഞു, ആൻസർ ആയി. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത നോട്ട്. ഇതാണ് ഞാൻ എക്സ്ട്രാ പഠിക്കാനുണ്ടെന്ന് പറഞ്ഞ സാധനം. NCERT ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്തതാണ്, കൃത്യമായിട്ട് പഠിച്ചോളാം. നമ്മളുടെ ക്വസ്റ്റ്യനിൽ 1/α + 1/β ആണ് ചോദിച്ചതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കണം. ഇക്വേഷൻ അല്ല, അത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താണ്. നോക്ക്, 1 × β 1 × ആൽഫ പ്ലസ് ബീറ്റ ന്യൂമറേറ്ററിൽ, ഡിനോമിനേറ്റർ ആൽഫ ഇൻറ്റു ബീറ്റ ഡിനോമിനേറ്ററിൽ. അത് പഠിച്ചു വെക്കുക. ഇതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ. ഇനി ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ α² + β² ചോദിക്കും. അത് ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ അല്ല. α² + β² എന്ന് പറഞ്ഞാൽ ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ -2 ആൽഫ ബീറ്റയാണ്. അതേപോലെ നിങ്ങളോട് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത് α³ + β³ ആണെങ്കിൽ അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു ഒരു ബ്രാക്കറ്റിന്റെ അകത്ത് വീണ്ടും ഒരു ബ്രാക്കറ്റ് ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ -3 ആൽഫ ബീറ്റ. ഈ ഇക്വേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യാൻ. ക്ലിയർ ആണല്ലോ മക്കളെ? ഈ ഇക്വേഷൻസ് എല്ലാം തന്നെ
കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. എക്സാമിന് പല തവണ പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ചതാണ്. NCERT ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല എന്ന് കരുതി പഠിക്കാതിരിക്കരുത്. ബോർഡ് എക്സാമിനേഷന് പല തവണ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ആൽഫ ആൻഡ് ബീറ്റ ആർ ദ സീറോസ് ഓഫ് ദ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ 4x square minus 3x minus 7 then 1 by alpha plus 1 by beta is equal to 1 by alpha plus 1 by beta എന്ന് പറഞ്ഞാൽ alpha plus beta divided by alpha beta ആണ്. ഓക്കെ, alpha plus beta എന്ന് പറഞ്ഞാൽ എത്രയാ മക്കളെ? മൈനസ് ബി ബൈ എ. അപ്പോൾ മൈനസ് ബി എഴുതണം. ബി എത്രയാ? -3 ഡിവൈഡ് ബൈ എ എത്രയാ? 4. ഓക്കെ, എഴുതി. ഡിവൈഡഡ് ബൈ ആൽഫ ഇൻറ്റു ബീറ്റ എന്ന് പറഞ്ഞാൽ എത്രയാ? സി ബൈ എ. സി എന്ന് പറഞ്ഞാൽ എത്രയാ? -7. സി എന്ന് പറഞ്ഞാൽ -7 ഡിവൈഡ് ബൈ എ എത്രയാ? 4. ഓക്കെ, രണ്ട് മേലും താഴെ അടിയിൽ 4 വരുന്നുണ്ട്, കട്ടായി പോയി. സോ -3 എത്രയാ? 3 അടിയിൽ -7 3 ബൈ -7 അഥവാ -3/7. -3/7 ഓപ്ഷൻ ഡി. കഴിഞ്ഞു, സിമ്പിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആൽഫ ആൻഡ് ബീറ്റ ആർ ദ സീറോസ് ഓഫ് ദ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ x square minus ax minus b then the value of alpha square plus beta square. മക്കളെ, ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എന്താ? ആൽഫ പ്ലസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ മൈനസ് 2 ആൽഫ ബീറ്റ അല്ലെ? ഓക്കെ, സോ ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ. ആൽഫ പ്ലസ് ബീറ്റ എന്താ? മൈനസ് ബി ബൈ എ. ആൽഫ പ്ലസ് ബീറ്റ നമുക്ക് അത് സൈഡിൽ എഴുതി വെക്കാം. ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ മൈനസ് ബി ബൈ എ. അപ്പോൾ ഇവിടെ ബി എന്ന് പറഞ്ഞാൽ മൈനസ് എ. അപ്പോൾ മൈനസ് ബി ബൈ എ എന്ന് പറഞ്ഞാൽ മൈനസ് എ ഡിവൈഡഡ് ബൈ എ എത്രയാ? 1 ആണ്. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ മൈനസ് എ ബൈ 1 അഥവാ എ മൈനസ് എ പ്ലസ് എ. ഓക്കെ, ഇനി ആൽഫ ഇൻറ്റു ബീറ്റയോ? സി ബൈ എ. സി എന്ന് പറഞ്ഞാൽ മൈനസ് ബി ആണ്. മൈനസ് ബി ഡിവൈഡ് ബൈ എ എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 എഴുതേണ്ട ആവശ്യമില്ല, അടിയിൽ 1 എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ എത്ര വരും? ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ അഥവാ എ സ്ക്വയർ. ആൽഫ പ്ലസ് ബീറ്റ എ ആണ്. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് 2 ആൽഫ ബീറ്റ. 2 ഇൻറ്റു ആൽഫ ബീറ്റ. ആൽഫ ബീറ്റ എത്രയാ? മൈനസ് ബി. സോ എ സ്ക്വയർ പിന്നെ -2 ഇൻറ്റു മൈനസ് ബി. മൈനസും പ്ലസ് ആയി പ്ലസ് 2b. എ സ്ക്വയർ പ്ലസ് 2b. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. കഴിഞ്ഞു. സോ മക്കളെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഈ ചാപ്റ്ററിൽ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ആൻഡ് ഇതൊരു റിവിഷൻ ക്ലാസ് ആയിട്ട് മാത്രമേ നിങ്ങൾ യൂസ് ചെയ്യാവുള്ളൂ. ഈ ചാപ്റ്ററിലുള്ള എല്ലാ സാധനങ്ങളും എല്ലാ കോണ്ടന്റ്സും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ആൻഡ് അതിന് പുറത്തും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് PYQ സീരീസ് ഒക്കെ സ്ഥലത്തിൻ്റെ റെഫർ ചെയ്യാവുന്നതാണ്. പക്ഷേ ഇതെന്ത് ചെയ്യാം? നിങ്ങളൊരു പെട്ടെന്ന് നിങ്ങൾക്കൊരു റിവിഷൻ ആവശ്യമുണ്ടെങ്കിൽ ഒരു യൂണിറ്റ് ടെസ്റ്റിന്റെ തലേന്ന് ഒരു അരമണിക്കൂർ പെട്ടെന്ന് അല്ലെങ്കിൽ രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുന്നേ കാണാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് ഇതിനെ റെഫർ ചെയ്യുക. കൃത്യമായിട്ട് പഠിച്ചു പോയാൽ നിങ്ങൾക്ക് മുഴുവൻ മാർക്കും ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. നല്ലപോലെ പഠിക്കാം. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ.